എല്ലാവരോടും നീ സ്പെഷ്യലാണ് എന്ന് പറഞ്ഞ് വലിപ്പിച്ച മുതലുകളുടെ എനർജിയാണ് ഇന്നത്തെ സ്പ്രെഡിൽ. ഓരോ ആളിനോടും സെയിം ഡയലോഗ് പറഞ്ഞ് കുറച്ച് റൊമാൻറ്റിക് റീൽസ്, റൊമാൻറ്റിക് മെസ്സേജ്, റൊമാൻറ്റിക് എൻട്രി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ചേർത്ത് പറഞ്ഞ് രസിച്ച സേട്ടന്മാരുടെയും സേച്ചിമാരുടെയും എനർജി. നിങ്ങളുടെ വ്യക്തി ഈ ടൈപ്പ് ആണെങ്കിൽ മാത്രം കേൾക്കുക, ആസ്വദിക്കുക, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. ഫ്രീഡം വേണ്ടുന്ന മുതലുകളാണവർ. അവർക്ക് സ്പേസ് വേണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ ഓർബിറ്റ് വിട്ട് പോകുകയുമില്ല. ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞു പോയതൊക്കെ പിന്നെയും വരും. ഇതിങ്ങടെ ഏതോ ഒരു ആപ്പ് ആകാംക്ഷയുടെ ആണോ എന്തോ യൂണിവേഴ്സ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നിങ്ങളുടെ സേട്ടൻ്റെ ആയാലും സേച്ചിയുടെ ആയാലും ഫീലിങ്സ് ഇടയ്ക്കിടെ ഓഫ് ആവുന്നുണ്ടോ? എന്നാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തെറ്റൂല എന്ന് ഈ സ്പ്രെഡിൽ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് CBI ലെവലിൽ യൂണിവേഴ്സ് ഉൾക്കാഴ്ച, ഉൾവിളി എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾ നിശബ്ദമായി ഇരുന്നാലും എല്ലാം സെൻസ് ചെയ്യാൻ പ്രത്യേക കഴിവുള്ളവരാണ്. അവർക്ക് എല്ലാവരുടെയും ലവ് വേണം. അവർ ഫീൽ ചെയ്യും, പക്ഷേ കമ്മിറ്റ്മെൻറ്റ് കൊടുക്കൂല, എക്സ്പ്രസ് ചെയ്യില്ല. എന്നും വെച്ച് നിങ്ങൾ ഓവർ തിങ്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ പെർമനൻ്റ് സ്റ്റാഫൊന്നും ആവാൻ നിൽക്കണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇതിനെയൊക്കെ നന്നാക്കാൻ നോക്കിയാൽ നടക്കില്ല. നിങ്ങളുടെ ബ്രെയിൻ്റെ ബാറ്ററി ചീത്തയാവും എന്നല്ലാതെ ഒരു പ്രയോജനവും കിട്ടത്തില്ല. റെസ്റ്റ് എടുക്കുക, സൈലൻ്റ് ആയിരിക്കുക, ഡിറ്റാച്ച് ആവുക, ഹീലാവുക, അത്രയുമേ ഇതിൽ ചെയ്യാനുള്ളൂ. കാരണം മിസ്റ്റർ പെരേഡയുടെ ഫീലിംഗ് ഡീകോഡ് ചെയ്യാൻ ISRO പോലും റിസൈൻ ചെയ്യും. അമ്മാതിരി പെർഫോമറാണ്. ചിലപ്പോൾ പറയും നിങ്ങൾ സ്പെഷ്യലാണ് എന്ന്, ചിലപ്പോൾ ബിസിയാണ്, എൻ്റെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറയും. അതിനുശേഷം നിങ്ങളെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരും. യൂണിവേഴ്സ് പറയുന്നത് ഇവർക്കൊക്കെ ഇരട്ട മുഖം ഉണ്ട് എന്നാണ്. ആളുകൾക്ക് മുമ്പിൽ ഞാൻ കാമാണ്, മെച്ചുറാണ്, റെസ്പോൺസിബിളായ ആളാണ്. പക്ഷേ ഇവരുടെ കറക്റ്റ് ഫേസ് എന്നത് അറ്റൻഷൻ ആരൊക്കെ കൊടുത്താലും കിട്ടുന്നിടത്തൊക്കെ ടൂറ് പോകും. കിളിയായി കിളിക്കൂടായി, കോഴിയായി കോഴിക്കൂടായി, കോഴി ഫാം നടത്തിക്കളയും. ജസ്റ്റിസ് കാർഡ് പറയുന്നത് അവർക്ക് പോലും ബാലൻസിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഈ ടൈപ്പ് മുതലിനെ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് വേണം എന്നാണ് യൂണിവേഴ്സ് വരെ പറയുന്നത്. ആരെങ്കിലും നിങ്ങൾ വളരെ കെയറിങ് ആണ് എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴേ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വയലിനാണോ, വീണയാണോ, ഗിറ്റാറാണോ, ഓട്ടക്കുഴലാണോ അതങ്ങ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ടാവും. ഓപ്ഷൻസ് ഇഷ്ടത്തിനുള്ള മനുഷ്യരൊക്കെ മിസ് യു എന്ന് പറയുന്നത് പല ബോക്സിലും ഒരേ സമയം അയക്കാൻ കഴിവുള്ളവരാണ്. അവർക്ക് അവരുടെ സ്വന്തം ഇമോഷനോട് തന്നെ സാറ്റുകളി നടത്തേണ്ട അവസ്ഥയാണ്. അവർക്ക് ഫ്രീഡം വേണം എന്ന മൈൻഡിലാണല്ലോ. യൂണിവേഴ്സ് പറയുന്നത് അറ്റൻഷൻ കളക്ഷൻ ഒന്നും യഥാർത്ഥ സ്നേഹമല്ല. ആളുകളെ മൊത്തം കൺഫ്യൂസ് ചെയ്താൽ സ്വന്തം ലൈഫിൽ കൺഫ്യൂഷൻ കൊണ്ട് വട്ടം കറക്കി പണ്ടാരമടക്കും യൂണിവേഴ്സ് എന്ന് അവർക്കറിയില്ല. ഇമോഷണൽ ഗ്രൂപ്പ് പ്രോജക്റ്റ് നടത്തിയ മുതലിനൊക്കെ ലോൺലിനെസ് കൊടുക്കും അവസാനം യൂണിവേഴ്സ്. ആരും കാണില്ല, കയ്യിലിരുന്ന നിങ്ങളും കാണില്ല, അവിടെയും ഇവിടെയും എല്ലാം കോഴി ഫാമിൽ പിടിച്ചിട്ട കോഴികളും കാണില്ല. നിങ്ങളെ അവർക്ക് മറക്കാൻ കഴിയില്ല. പക്ഷെ പെരുമാറുന്നത് മെമ്മറി കാർഡ് ഫുള്ളായ ഫോൺ പോലെയാണ്. അവരുടെ ഡ്രാമ ഒന്നും കണ്ട് കമരരുത്. ചക്കരവർത്തമാനത്തിൽ മയങ്ങുകയും അരുത്. പ്രവർത്തികളിൽ മാറ്റമുണ്ടോ എന്ന് നോക്കണം. അവർക്ക് സത്യത്തിൽ റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ പുറത്തുനിന്ന് നോക്കിയാൽ ക്യൂട്ടാണ്, ബോണ്ടിങ് ആണ്, സ്വീറ്റ് ടോക്കിംഗ് ആണ്, എന്ത് നല്ല ഇമോഷണൽ കണക്ഷനാണ് എന്നൊക്കെ തോന്നും. റിയാലിറ്റി ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിക്കേ, സർക്കസിലെ ട്രിപ്പീസ് കളിക്കാർ വരെ തോറ്റുപോകും. അമ്മാതിരി പെർഫോമൻസാണ്. ഓരോരുത്തരോടും ഓരോ സിനിമയും ട്രെയിലറും ഇറക്കിക്കളയും. നീ എന്നെ മനസ്സിലാക്കുന്നു എന്ന് ഒരാളോടും മറ്റൊരാളോടും നിന്നെപ്പോലെ ആരുമില്ല എന്നും പറയും. അടുത്തവരോടോ എൻ്റെ ലൈഫ് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന്.
നിങ്ങളുടെ ഒരു 100 കുറ്റവും പറഞ്ഞ് സിമ്പതിയും വാങ്ങിക്കും എല്ലാവരുടെയും കയ്യിൽ നിന്ന്. ഇതൊന്നും കോംപ്ലിക്കേറ്റഡ് അല്ല. അവർ കോപ്പി പേസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തെ ഉദ്യോഗസ്ഥരാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവരുടെ തേർഡ് പാർട്ടിക്ക് തോന്നും ഇവർ സത്യത്തിൽ ജെനുവിനാണോ, എന്തോ ഒന്ന് ഓഫല്ലേ എന്ന്, എവിടെയോ ഒരു വശപ്പിശക് ഉണ്ടല്ലോ എന്ന്. ഇവർ ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷം ആകുന്നത് എന്താ? ഓൺലൈൻ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ, റിപ്ലൈ ഇല്ലല്ലോ. നിങ്ങളുടെ പെരേരയുടെ എല്ലാ കിളികളും CBI ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പോൾ. അവിടെ അടിയുണ്ട്, വഴക്കുണ്ട്, തെറ്റിദ്ധാരണ ഉണ്ട്, ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട്, സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അറ്റൻഷൻ കോമ്പറ്റീഷനുണ്ട്, നാടകം നടക്കുന്നുണ്ട്, സിനിമയുണ്ട്, എല്ലാമുണ്ട്. ഫുൾ ആക്റ്റീവാണ്. രണ്ടും കൂടെ ഇടിവെക്കുന്നു, അടിവെക്കുന്നു. അവളാണോ ഇമ്പോർട്ടൻ്റ്, ഞാനാണോ ഇമ്പോർട്ടൻ്റ്? നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ അവരെയാണോ ഇഷ്ടം? എനിക്ക് സമാധാനം വേണം, പീസ് വേണം, പീസ് വേണം. പീസ് എപ്പോഴേ ആറ്റിൽ ചാടി ചത്ത്, അത് യൂണിവേഴ്സ് എടുത്ത് എന്നേ കളഞ്ഞ്. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ട് ഒരാൾക്ക് മാത്രം അങ്ങനെ ഇപ്പോൾ യൂണിവേഴ്സ് സമാധാനമൊന്നും കൊടുക്കൂല. അതൊന്നും യൂണിവേഴ്സിന് പറ്റില്ല. പുള്ളി നിങ്ങളുടെ പക്ഷത്താണല്ലോ. ഓരോ കണക്ഷനും അവർ സോൾമേറ്റ് ഫീലിംഗ് കൊടുക്കും. പക്ഷേ മെയിൻ്റനൻസ് പീരീഡ് വന്നാൽ ഗോസ്റ്റ് മോഡ് ഓണാക്കും, മുങ്ങും. തേർഡ് പാർട്ടീസ് ലവ് സ്റ്റോറിയിലല്ല, അവരിപ്പോൾ മുങ്ങി നടക്കുകയാണ്. ഇവരുടെ ഹൃദയം ഇപ്പോൾ സിൻസിയർ ആകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ബ്രെയിൻ സിസ്റ്റം എറർ കാണിക്കുക. ചില്ലറ ആറാട്ടൊന്നും അല്ലായിരുന്നല്ലോ. ജസ്റ്റിസ് കാർഡ് വന്നതുകൊണ്ട് ഇവരുടെ ഈ പ്രവൃത്തികളുടെ എല്ലാം പെൻഡിങ് ബിൽസ് യൂണിവേഴ്സ് കളക്ട് ചെയ്യുന്ന ടൈമാണിപ്പോൾ നടക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. യൂണിവേഴ്സ് പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തി പറയുന്നത് അവരാരെയും വേദനിപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ലെന്നൊക്കെയാണ്. യൂണിവേഴ്സ് പറയുന്നത് എല്ലാവർക്കും കൺഫ്യൂഷൻ കൊടുത്തത് യാദൃച്ഛിക ഒന്നുമല്ല, മനഃപൂർവ്വം തന്നെയാണ്. അവിടെ ഇപ്പോൾ ഇമോഷണൽ കബഡി മത്സരം നടക്കുകയാണ്. ഇതൊന്നും കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഗ്ലോ ആവുക, റൈസ് ആവുക. അവറ്റകൾ അവിടെ ഇരുന്ന് ബൈനോക്കുലറിൽ കൂടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്ത് വിഷമിക്കട്ടെ. നിങ്ങൾ ഇവരുടെ ഇമോഷണൽ ഡ്രാമ കണ്ട് വീഴാൻ നിൽക്കരുത്. നിങ്ങൾ ഇമോഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ആവേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഉള്ളിലെ സോഫ്റ്റ്വെയർ കൊള്ളില്ല. അത് ആ ടൈപ്പ് ആത്മാക്കളാണ് എന്ന് മനസ്സിലാക്കി മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾ ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു പൊങ്ങിപ്പോവേണ്ട മുതലുകളാണ്. ഈ വാട്സപ്പിൻ്റെ ലാസ്റ്റ് സീനും നോക്കി ഇരുന്ന് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എത്രമാത്രം വേദനകൾ, നാടകങ്ങൾ ഒക്കെ കണ്ടു, അതൊക്കെ തരണം ചെയ്തു. നിങ്ങൾ സാധാരണ സോളല്ല. നിങ്ങളുടെ മനസ്സ് തളർന്നു, ഇനി വയ്യ എന്നൊക്കെ തോന്നും, മടി വരും. പക്ഷേ നിങ്ങളുടെ ബാറ്ററി ലോ ആയെന്നേ ഉള്ളൂ, ഡെഡായിട്ടില്ല. ഉയർന്നു പറക്കുക, നിങ്ങൾക്കതിന് കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് വയ്യ, പറ്റില്ല എന്നൊക്കെ തോന്നുന്നതെല്ലാം ഞാൻ എന്തിനാണ് ഇത്ര ടെൻഷൻ എടുത്തത് എന്ന് ചിന്തിക്കുന്ന ടൈം വരും. ധൈര്യമായി മുന്നോട്ട് പോകുക, പാസ്റ്റ് വിട്ടുകളയുക. കഴിഞ്ഞത് കഴിഞ്ഞു. നിങ്ങളെ നഷ്ടപ്പെടുത്തിയ മുതലുകളൊക്കെ കർമ്മയുടെ ക്ലാസ്സിൽ കയറും. നിങ്ങളപ്പോൾ ദൈവത്തെ വിളിച്ചും പ്രാർത്ഥന നടത്തിയും സ്കിൻ കെയർ ഒക്കെ ചെയ്തും മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഒരാളിൽ നിന്ന് വെറുപ്പ് കൊണ്ടല്ല ഇറങ്ങിപ്പോകുന്നത്, നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങളെ വിലവയ്ക്കാത്തവരുടെ പിന്നാലെ ഓടരുത്, എനർജി വേസ്റ്റ് ആക്കരുത്. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ അന്തസ്സായിട്ട് ഉപേക്ഷിക്കുക. അത് നമുക്കുള്ളതല്ല. ചിലപ്പോൾ സ്നേഹം വാക്കുകളല്ല, അത് ഒരു സ്പർശമാണ്, എനർജിയാണ്, ഒരു വൈബാണ്. ഇത് ഒരു ബ്രേസ്ലെറ്റ് മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിന് ഒരു സോഫ്റ്റ് ഹഗ്ഗാണ്. നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്നേഹവും സമാധാനവും ആകർഷണവും പുറത്തേക്ക് വിളിച്ചു പറയുന്ന ഒരു ചെറിയ മാജിക്കാണ് ഈ ബ്രേസ്ലെറ്റ്. ഇത് ധരിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ എനർജി സോഫ്റ്റാകും, വൈബ് വാമാകും. ആളുകൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ, കണക്റ്റ് ചെയ്യാൻ ഒരു ആകർഷണം തോന്നും.
ലവ് അട്രാക്റ്റ് ചെയ്യാനും റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യാനും സെൽഫ് ലവ് വർദ്ധിപ്പിക്കാനും ഇത് ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടല്ല ഉപയോഗിക്കേണ്ടുന്നത്, ഒരു ലവ് ഫ്രീക്വൻസി ആയിട്ടാണ്. നിങ്ങളുടെ ഹൃദയത്തിനും ആത്മാവിനും ഹീലിംഗ് എനർജി തന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാൻ, സമാധാനം കിട്ടാൻ, സെൽഫ് ലവ് കിട്ടാൻ ഇത് ഉപയോഗിക്കുക. നിങ്ങൾ പൈസയെ തേടി ഓടിപ്പോവണ്ട. ഞാൻ പൈസയെ നിങ്ങളുടെ പിന്നാലെ അയക്കും, പോരെ എന്നാണ് ഈ ഒരു സിട്രിൻ ബ്രേസ്ലെറ്റ് ധരിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആദ്യം കൊണ്ടുതരും, ക്യാഷ് പിന്നീടും തരും. സിട്രിൻ എനർജി അങ്ങനെയാണ്. ഓവർ തിങ്ക് വന്നാൽ ഇത് നിങ്ങളോട് പറയും, ചിൽ ബോസ്, നിങ്ങൾ ജനിച്ചതേ ഷൈൻ ചെയ്യാൻ ആണ് എന്ന്. നിങ്ങൾക്ക് സ്ട്രെസ്സ് വന്നാൽ ഇത് സോഫ്റ്റ് മോഡാകും. മൂഡ് വന്നാലോ സൂപ്പർ സ്റ്റാർ മോഡിലേക്ക് മാറ്റും. ഇൻ്റർവ്യൂ ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ, ബിസിനസ് കോൾ വന്നോ, പേടി വേണ്ടേ വേണ്ട. ഇത് കയ്യിലുണ്ടെങ്കിൽ കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്കും മുന്നേ മേശപ്പുറത്തെത്തും. പ്രൊമോട്ടബിൾ വൈബ് കിട്ടുകയും ചെയ്യും. ഹൃദയത്തിൽ ഇരുട്ട് വന്ന് സാഡാണെങ്കിൽ സിട്രിൻ കയ്യിലുണ്ടോ, ലൈറ്റ് മോഡ് ഓണാകും. നിങ്ങൾ സ്വപ്നം ചിന്തിച്ചാൽ മതി, അപ്പോഴേ നോട്ട് ചെയ്ത് അത് യൂണിവേഴ്സിൻ്റെ സെർവറിൽ എത്തിക്കും. ഡ്രീം പ്രോസസ്സിംഗ് നടത്തി റിയാലിറ്റി ലോഡിംഗ് ഇട്ട് സക്സസ് ആക്കി കയ്യിൽ തരും. മെയിനായിട്ട് ഇത് പൈസ ആകർഷിക്കുന്ന സ്റ്റോണാണ്. ബിസിനസ്, ജോലി, സെയിൽസ്, ഫ്രീലാൻസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. ഇതിൻ്റെ എനർജി മൂലം ഇൻകം ഫ്ലോ സ്മൂത്ത് ആവും. റൈറ്റ് ഹാൻഡിൽ ഇത് മണിയെ ആകർഷിക്കാൻ, കരിയർ ഗ്രോത്തിനും, ലെഫ്റ്റ് ഹാൻഡ് ഇമോഷണൽ ഹീലിങ്ങിനും പോസിറ്റിവിറ്റിക്കും ആണ് ഉപയോഗിക്കുക. ഇത് രാവിലെ എടുത്ത് ധരിക്കുമ്പോൾ ഐ അട്രാക്റ്റ് സക്സസ്, പോസിറ്റിവിറ്റി ആൻഡ് അബണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് വേണം ധരിക്കാൻ. ഇത് 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് പോളിഷ്ഡ് യെല്ലോ ആണ്, ഒന്ന് റോ യെല്ലോ കളറാണ്. ഇത് റോ യെല്ലോ ആണ് നല്ലതെന്നാണ് എൻ്റെ അനുഭവം.